അഭിനയം. പാട്ട് അഭിനയൊന്നല്ല, ശരിക്കും പറഞ്ഞതാ. ഓ പാട്ട് നാടകം. നാടകല്ല, സ്കിറ്റാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ തീർത്ഥയാണ്. ഞാൻ ധ്യാനാണ്. ഞങ്ങൾ കുറേ നാളായി ഞങ്ങളുടെ യൂട്യൂബിൽ ഒരു വ്ളോഗ് എന്ന രീതിയിലൊരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ്. ഞങ്ങളൊരു വീടൊക്കെ വെച്ചു. അപ്പോൾ വീട്ടിലെ ആദ്യത്തെ തിരുവോണമാണ്. അപ്പോൾ ഞങ്ങൾ ഈ വീടിനെ കുറിച്ചൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ഇടുന്ന ഒരു വീഡിയോയാണ് ഇത്. തിരുവോണ ഡേ ആണ് ഞങ്ങൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. തിരുവോണ ദിനത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതാണ് ഞങ്ങളുടെ പുതിയ വീട്. എല്ലാവരും ഇതൊക്കെ നോക്കൂ. വെള്ളാങ്കല്ലിൻ ചില്ലും കൂടുന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നും എൻ്റെ പോരാത്തു വാവേ വാവാച്ചി. ഇവിടെ നീണ്ട ഒരു വരാന്ത ഉണ്ട്. ഇവിടെ ഇരിക്കാം, ഊഞ്ഞാലാടാ. അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിൽ കാണാം. വാതിൽ തുറക്കാം. ഇതാണ് ലിവിംഗ് റൂം. കുറേ ലൈറ്റുകളുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ട്രോഫികള്. ഫുള്ളൊന്നും വെച്ച് കഴിഞ്ഞിട്ടില്ല. മുകളിലൊക്കെ ഫുള്ള് ഒഴിവാണ്. കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും മഹത്തായ ഒരു ട്രോഫി. മാളികപ്പുറത്തിൽ അഭിനയിച്ചപ്പോൾ പാടിയപ്പോഴും കിട്ടിയതാണ്. ഇത് വോയിസ് ഓഫ് സത്യനാഥനിൽ പാടിയപ്പോൾ കിട്ടിയതാണ്. അത് ഡൽഹിയിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ അങ്ങനെ ഇത് രവീന്ദ്ര സംഗീതോത്സവം ലിറ്റിൽ സ്റ്റാർ സിംഗർ എന്നൊരു പ്രോഗ്രാം മൽഹാർ ഇവൻറ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്ന് കിട്ടിയതാണ്. ഏറ്റവും ചെറുപ്പത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമിയെ കണ്ടപ്പോഴുള്ള ഫോട്ടോയാണ്. ഇതാണ് ഞാൻ. പൂജാമുറിയുടെ മുന്നിൽ നിന്നിട്ട് ഒരു ഭക്തിഗാനം പാടാം. പൂവണിക്കാടിനു ചാരി പുണ്യാഹക്കടവ്, പുലരും സമതൻ സുന്ദരശീല, സ്വാമിക്ക് പമ്പയൊരു പൂണൂല, ആത്മാവല്ലയോ കോവില്, ഉടയോന് പകരുന്നു ഉയരാർന്ന കീർത്തനം, അരേണമടിയന്റെ സങ്കടം. സാമവേദ നാവിലുണർത്തിയ സ്വാമി എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. ഹരിരാഗസാരമേ ശിവതേജോരൂപമേ കണ്ട ദൈവമേ സ്വാമിയേ. സന്യാസീരൂപനെ സംഗീതപ്രിയനെ സിന്ദൂരവർണ്ണനേ സ്വാമിയേ. അമ്മമ്മ ഇനി കുടുംബത്തിനെ ഫാമിലിനെ പരിചയപ്പെടുത്തരാം. ഇത് അച്ഛമ്മ, ഇത് അമ്മമ്മ, ഇത് അമ്മച്ചൻ, അത്
എന്റെ സ്വന്തമായ ചേച്ചി, ഇത് നിഹാരിക കുട്ടി, ഏർത്തി, ഇത് ചെറിയച്ഛൻ, ഇത് ചെറിയമ്മ. അപ്പൊ ഇത്രയാണ്. ഈ രണ്ട് ഫാമിലിയും കൂടി ഉണ്ട്. അതാണ് വീഡിയോ എടുക്കുന്ന അച്ഛൻ. അമ്മ അവിടെ എന്തോ ചെയ്യുന്നുണ്ട്, അതാണ് അമ്മ. അപ്പൊ ഞങ്ങൾ ഫാമിലി പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും പറയുന്നത് ഫസ്റ്റ് ഫാമിലിയെ പരിചയപ്പെടുത്താറുള്ളേ ഫസ്റ്റ് ഫാമിലിന്റെ പരിപ്പളക്കി തരാം. ഇതെന്റെ അമ്മച്ചനാണ്. അമ്മച്ചൻ ചെറുതായിട്ടൊക്കെ പാടും. അപ്പൊ അമ്മച്ചനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കും, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. അമ്മച്ചനെ പറയാനേ ഉള്ളൂ എൻ്റെ കുട്ടിയെ കുറിച്ചിട്ട്. കാരണം നമുക്കൊക്കെ വലിയൊരു മോഹം ഉണ്ടായിരുന്ന വിഷയമാണ് ഈ സംഗീതം എന്ന് പറഞ്ഞാൽ. അത് പഠിക്കാനും ഒന്നും സൗകര്യപ്പെട്ടില്ല ഒരു കാലത്ത്. ഇന്നിപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് രക്ഷിതാക്കൾ. പ്രത്യേകിച്ചിട്ട് തീർത്ഥക്കുട്ടിയുടെ അച്ഛൻ അവളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, വളരെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. അതിൻ്റെ കാര്യം കൊണ്ടും അങ്ങനെയുള്ള അതുകൊണ്ട് ഈശ്വര കടാക്ഷം കൊണ്ടും എല്ലാം ഒരു സിദ്ധിയോട് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ അതിന് ദൈവം അവളെ ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് തീർത്ഥ ചേച്ചി, അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി സ്വാമികൾ തുടങ്ങിയവരുടെയൊക്കെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എന്നത് ഒരു വലിയ ജീവിതത്തിൽ ഇനി ഇതിൽ പല ഞങ്ങൾക്ക് സന്തോഷിക്കാനൊന്നുമില്ല. അതൊരു വലിയ അനുഭവമാണ്. അതിൻ്റെ ഫലമാണ് ഇപ്പം ഈ കാണുന്നതൊക്കെ എന്ന് തോന്നുന്നു. ദൈവം അവളെ ഇനി അനുഗ്രഹിക്കട്ടെ. എനിക്കിത്ര ഈ അവസരത്തിൽ പറയാനാണ്. ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ അമ്മ. പിന്നെ അറിയാലോ, പുതിയ ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങിയിട്ട് അറിയാനുണ്ടാവും. ഇത് തീർത്ഥ സുഭാഷ്, ഇതാണ് എൻ്റെ അച്ഛൻ സുഭാഷ്. അച്ഛൻ തെങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ഇതാണ് എൻ്റെ അമ്മ. അമ്മ ഹൗസ് വൈഫാണ്. ഇത് എൻ്റെ അനിയൻ, അവൻ 3ൽ പഠിക്കുന്നു. ഇത് എന്റെ ചേച്ചി 8Bയിൽ പഠിക്കുന്നു. ഇതാണ് നിഹാരിക, എന്റെ ചെറിയച്ഛന്റെ കുട്ടിയാണ്. നല്ല വികൃതിയാണ്. നല്ല വികൃതിയാണ്. നല്ല എന്താ വെച്ച കാലത്ത് ശരിക്കും ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവം. ഇനി നമുക്ക് മോളിലേക്ക് പോവാം. അപ്പൊ കേറുമ്പോ അവിടെ ഒരു ഫോട്ടോ ഉണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളുടെ ഫോട്ടോയാണ്. ഞങ്ങൾ ചാലക്കുടി വെച്ച് കണ്ടതായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും മോളിലേക്ക് പോവാം. അപ്പൊ നമ്മള് മുകളിലെത്തി. ഇവിടെയാണ് എന്റെയും അപ്പൂന്റെയും സ്റ്റഡി സ്പേസ്. ഇത് എന്റെ, ഇത് എന്റെ, ഇത് ചേച്ചിയുടെ, അല്ലെങ്കിൽ മാറി മാറി ഇങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ ഈ വീട് ഫുള്ള് പറഞ്ഞു തന്നു. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടാളും ഒരു പകുതി പാട്ട് പാടും. നങ്ങിരിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളെ കനവിന്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. ബൈ.